വീട്ടിലേക്ക് UDF MLA-മാർ അവിടെ പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. അതിലേക്കാണ് ആദ്യം പോകുന്നത്. വി അരുൺ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഏതൊക്കെ MLA-മാരാണ് ഇതിൽ പ്രധാനമായും പങ്കെടുക്കുന്നത്? മറ്റ് UDF നേതാക്കളും ഉണ്ടോ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി? എന്തോ വയനാട്ടിലെ ആനാക്രമണത്തിൽ നിരന്തരം മലയോര മേഖലകളിൽ വന്യജീവികൾ നാട്ടിലിറങ്ങുന്ന സംഭവത്തിൽ വീട്ടിനുള്ളിൽ കയറിപ്പോലും ഇത്തരത്തിൽ ആളുകൾക്ക് ആക്രമണ സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് സംസ്ഥാനമാകെ ഉയർന്നത്. ഇന്നലെ പ്രതിപക്ഷം ഇത് അടിയന്തര നോട്ടീസ് സഭയിൽ കൊണ്ടുവന്നതാണ്. ഇപ്പോഴും ശക്തമായ പ്രതിഷേധം. ബോധമില്ലാത്ത ആനയല്ല, കഴിവുകെട്ട സർക്കാരാണ് പ്രതി എന്ന ഫ്ലക്സ് ബാനർ ഉയർത്തിയാണ് പ്രതിപക്ഷ MLA-മാരുടെ മലയോര മേഖലയിൽ നിന്നുള്ള പ്രതിപക്ഷ MLA-മാരുടെ പ്രതിഷേധ മാർച്ച്. വനമന്ത്രി AK ശശീന്ദ്രനെതിരെയാണ് പ്രതിഷേധം. അദ്ദേഹം സഭയിൽ നടത്തിയ പരാമർശങ്ങളും ഈ പ്രതിഷേധത്തിന് കാരണമാണ്. നിയമസഭയ്ക്ക് മുന്നിൽ ആരംഭിച്ച മാർച്ച് കന്റോൺമെന്റ് ഹൌസ് കോമ്പൗണ്ടിലുള്ള മന്ത്രിയുടെ വസതിയിലേക്കാണ് വരുന്നത്. മനുഷ്യരെ വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞുകൊടുത്ത വനമന്ത്രി രാജിവെക്കണം, വനമന്ത്രിക്ക് ഭരിക്കാൻ അവകാശമില്ല, തുടരാൻ ധാർമ്മിക ഉത്തരവാദിത്തമില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ആ ആവശ്യം ഉന്നയിച്ച് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് MLA-മാർ മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുന്നത്. നമുക്കറിയാം, സാധാരണഗതിയിൽ മന്ത്രിമാരുടെ വസതികളിലേക്ക് ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ചൊക്കെയാണ് നടക്കാറ്. പക്ഷേ MLA-മാർ തന്നെ അതും നിയമസഭാ സമരം ചേരുമ്പോൾ ഇത്തരത്തിൽ മാർച്ച് നടത്തുന്ന അപൂർവതയാണ് ഈ സമരത്തിനുള്ളത്. ഇപ്പോൾ ഇതിനൊടുവിൽ പ്രധാനപ്പെട്ട UDF നേതാക്കളൊക്കെ സമരക്കാരെ അഭിവാദ്യം ചെയ്യും. സമരക്കാരോട് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് UDF പ്രധാനപ്പെട്ട നേതാക്കൾ ഇവിടെ എത്തും. മലയോര മേഖലയിൽ നിന്നുള്ള MLA-മാരുടെ പ്രതിഷേധമാണ് ഈ രീതിയിൽ പുരോഗമിക്കുന്നത്. MLA-മാരുടെ പ്രതികരണത്തിലേക്കുമൊക്കെ പോകാനാകുമെന്ന് കരുതുന്നു. ഏതായാലും വലിയ പ്രതിഷേധം ഉയരുന്നു. സഭയ്ക്കുള്ളിലും പുറത്തുമൊക്കെ ശക്തമായ പ്രതിഷേധത്തിനാണ് MLA-മാരുടെ തീരുമാനം. പ്രധാനപ്പെട്ട MLA-മാരൊക്കെ സമരത്തിലുണ്ട്. എന്താണ് ഇങ്ങനൊരു സമരത്തിന്റെ കാരണമെന്ന്? നിരന്തരമായി വന്യജീവികൾ മനുഷ്യരെ കൊന്നൊടുക്കുമ്പോൾ അവർക്ക് സംരക്ഷണം നൽകേണ്ടുന്ന ഗവൺമെന്റ് നിഷ്ക്രിയമായിരിക്കുകയും സ്വീകരിക്കേണ്ട നടപടികൾ സ്വീകരിക്കാതിരിക്കുകയും ഇന്നലെ അടിയന്തര പ്രമേയ നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ പോലും ലാഘവത്തോടുകൂടി സംസാരിച്ച, വിഷയത്തിന്റെ ഗൌരവം മനസ്സിലാക്കാതെ സംസാരിച്ച വനം വകുപ്പ് മന്ത്രിയുടെ നിലപാടിലും സർക്കാർ നിലപാടിലും പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ മാർച്ച് നടത്തുന്നത്. സഭയ്ക്കുള്ളിലും ഈ വിഷയത്തിൽ പ്രതിഷേധം തുടരും തീർച്ചയായും. വിൻസെന്റ് MLA-യാണ് നമ്മുടെ സംസാരിച്ചപ്പോൾ. CR മഹേഷ് ഉണ്ട്. ഇത്തരമൊരു സമരത്തിന്റെ ഇന്നലെ സഭയിൽ ഉന്നയിച്ച വിഷയമാണ് വീണ്ടും ഒരു സമരം ഏറ്റെടുക്കാനുള്ള കാരണം. അല്ല, ഇന്നലെ ഇത്രയും വളരെ ഗൌരവമായ ഒരു വിഷയം നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ പോലും അത് ഒരു ഗൌരവത്തെ അത് കേൾക്കുവാനോ അതിന് മറുപടി പറയാനോ തയ്യാറാകാത്ത മന്ത്രിയുടെ ഈ നടപടിക്കെതിരായിട്ടാണ് ഇന്ന് വീണ്ടും ഇത്തരത്തിലൊരു സംഭവമായി രംഗത്ത് വരേണ്ടി വന്നത്. അതുതന്നെയാണ് മന്ത്രിയുടെ നിലപാടിനെതിരെയാണ് പ്രതിഷേധം. മന്ത്രി നിലപാടിനെതിരെയാണ് UDF MLA-മാരുടെ പ്രതിഷേധം. ചാണ്ടി ഉമ്മൻ ചേരുന്നു. ഇന്നലെ സഭയിൽ വന്ന വിഷയമാണ്. വീണ്ടും ഈ പ്രതിഷേധവുമായി മുന്നോട്ട് തന്നെ പോവുകയാണ്. തീർച്ചയായിട്ടും സർക്കാർ നടപടിയെടുക്കണ്ടേ? എല്ലാ പ്രാവശ്യം ചർച്ച മാത്രം മതി എന്നുള്ള നിലപാടില്ല. ഇവിടെ ജനങ്ങൾ മരിച്ചു വീണുകൊണ്ടിരിക്കുക, കർഷകർ മരിച്ചു വീണുകൊണ്ടിരിക്കുക, വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം. നടപടിയെടുക്കാത്ത സർക്കാരും മന്ത്രിയും നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം? ചർച്ച ചെയ്യാൻ തയ്യാറല്ല, സഭയിൽ ചർച്ച ചെയ്യാൻ തയ്യാറല്ല. അപ്പോൾ കേരള മനസ്സാക്ഷി ഉണരണം. അതിനുവേണ്ടിയാണ് ഈ സമരം. അതിനാണ് വലിയ പ്രതിഷേധം. ഇപ്പോൾ ഈ മന്ത്രിയുടെ വസതിയിലേക്കുള്ള മാർച്ച് ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ്. മാസ്കറ്റ് ഹോട്ടലിന് മുന്നിലാണ് ബാരിക്കേഡ് തീർത്ത് പോലീസ് ഈ മാർച്ചിനെ തടഞ്ഞത്. പ്രതിപക്ഷ നേതാവിനധികം അടക്കം ഔദ്യോഗിക വസതിക്ക് സമീപമാണ് വനമന്ത്രി AK ശശീന്ദ്രന്റെ ഔദ്യോഗിക വസതി. അവിടേക്കുള്ള മാർച്ചാണ് ഇപ്പോൾ പോലീസ് മാസ്കറ്റ് ഹോട്ടലിന് മുന്നിൽ തടഞ്ഞിരിക്കുന്നത്. MLA-മാരുടെ മാർച്ചാണ്, പ്രതിഷേധ മാർച്ചാണ്. എങ്കിലും മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് കടത്തിവിടാൻ കഴിയില്ല. സ്വാഭാവികമായും പോലീസ് നടപടിയുടെ ഭാഗമാണ് ഇത്തരമൊരു ബാരിക്കേഡ് തീർത്തുള്ള നടപടി. ഇപ്പോൾ PC വിഷ്ണു ഉൾപ്പെടെയുള്ള മുതിർന്ന MLA-മാരുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ MLA-മാർ ഇവിടെ ഈ ബാരിക്കേഡിന് മുന്നിൽ പ്രതിഷേധം മുദ്രാവാക്യം വിളിക്കുകയാണ്. വനമന്ത്രിയുടെ രാജി എന്നതാണ് ആവശ്യം. വനമന്ത്രിയുടെ മറുപടി ഉത്തരവാദിത്തമില്ലാത്ത മറുപടിയാണ്. മന്ത്രി കൃത്യമായ മറുപടിയല്ല സഭയിൽ നൽകിയത്. പകരം സമരക്കാർക്കെതിരെ ഉള്ള ഒരു വിമർശനം കൂടി മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അതുകൊണ്ടുകൂടിയാണ് ഇത്തരമൊരു സമരം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ധാർമ്മികമായി ഈ സ്ഥാനത്ത് തുടരാൻ വന്യമൃഗങ്ങൾ കാടിറങ്ങി നാട്ടിലേക്കെത്തി വീടുകളിലേക്ക് പോലും കടന്നു കയറിക്കൊണ്ട് ജനങ്ങളുടെ ജീവന് ഭീതി സൃഷ്ടിക്കുമ്പോൾ, വിദ്യാർത്ഥികൾക്ക്
കർഷകർക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്ത സാഹചര്യമുള്ളപ്പോൾ, കർഷകർക്ക് കൃഷി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുള്ളപ്പോൾ, ലക്ഷക്കണക്കിന് രൂപയുടെ വിളകൾ കൃഷി ഓരോ ദിവസവും നശിപ്പിക്കപ്പെടുമ്പോൾ എങ്ങനെ മലയോര മേഖല ജനം ജീവിക്കുമെന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അവിടെ കൃത്യമായ നടപടിയെടുക്കാതെ, മറുപടി നൽകാതെ വനം മന്ത്രി ആ നാട്ടിലെ ആളുകളെ അവഹേളിച്ചു എന്ന വിമർശനം കൂടി പ്രതിപക്ഷ എംഎൽഎമാർക്കുണ്ട്. അതുകൊണ്ടുകൂടിയാണ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള ഈ സമരം. ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇപ്പോൾ അവിടെ ഉണ്ടെന്നാണ് എംഎൽഎമാരുടെ ഈ മുദ്രാവാക്യത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. അവരുടെ ശക്തമായ പ്രതിഷേധം തുടരുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ. എന്ത് ചെയ്യും സർക്കാർ? 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 ഭരണം നിങ്ങൾക്കറിയില്ലെങ്കിൽ, ഭരണം നിങ്ങൾക്കറിയില്ലെങ്കിൽ, ഭരണം നിങ്ങൾക്കറിയില്ലെങ്കിൽ, ഭരണം നിങ്ങൾക്കറിയില്ലെങ്കിൽ രാജിവെച്ച് പോ പുറത്ത്, രാജിവെച്ച് പോ പുറത്ത്, രാജിവെച്ച് പോ പുറത്ത്, രാജിവെച്ച് പോ പുറത്ത്. യുഡിഎഫ് സിന്ദാബാദ്, യുഡിഎഫ് സിന്ദാബാദ്, യുഡിഎഫ് സിന്ദാബാദ്, യുഡിഎഫ് സിന്ദാബാദ്. ജീവിക്കാനോ ഗതിയില്ല, ജീവിക്കാനോ ഗതിയില്ല, ജീവിക്കാനോ ഗതിയില്ല, ജീവിക്കാനോ ഗതിയില്ല. കാർഷിക വൃത്തി നടപ്പില്ല, കാർഷിക വൃത്തി നടപ്പില്ല, കാർഷിക വൃത്തി നടപ്പില്ല, കാർഷിക വൃത്തി നടപ്പില്ല. കൊല്ലുകയാണ്, 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 കൊല്ലുകയാണ്. കാട്ടാനകൾ കൊല്ലുകയാണ്, കാട്ടാനകൾ കൊല്ലുകയാണ്, കാട്ടാനകൾ കൊല്ലുകയാണ്, കാട്ടാനകൾ കൊല്ലുകയാണ്. കടുവകളാകെ കൊല്ലുകയാണ്, കടുവകളാകെ കൊല്ലുകയാണ്, കടുവകളാകെ കൊല്ലുകയാണ്, കടുവകളാകെ കൊല്ലുകയാണ്, കടുവകളാകെ കൊല്ലുകയാണ്, കടുവകളാകെ കൊല്ലുകയാണ്. മന്ത്രി ഉറക്കം തൂങ്ങുകയാണ്, മന്ത്രി ഉറക്കം തൂങ്ങുകയാണ്, മന്ത്രി ഉറക്കം തൂങ്ങുകയാണ്, മന്ത്രി ഉറക്കം തൂങ്ങുകയാണ്. എന്തിന് ഭരണം സർക്കാർ? എന്തിന് ഭരണം സർക്കാർ? എന്തിന് ഭരണം സർക്കാർ? എന്തിന് ഭരണം സർക്കാർ? മരണത്തിന്റെ രോദനങ്ങൾ, മരണത്തിന്റെ രോദനങ്ങൾ, മരണത്തിന്റെ രോദനങ്ങൾ, മരണത്തിന്റെ രോദനങ്ങൾ മാമര നാട്ടിൽ ഉയരുമ്പോൾ, മാമര നാട്ടിൽ ഉയരുമ്പോൾ, കേരളമാകെ ഉയരുമ്പോൾ, കേരളമാകെ ഉയരുമ്പോൾ എവിടെ പിണറായി സർക്കാർ? ഇവിടെ എവിടെ പിണറായി സർക്കാർ? ഇവിടെ എവിടെ പോയി പിണറായി സർക്കാർ? എവിടെ പോയി പിണറായി സർക്കാർ? എവിടെ പോയി വനം മന്ത്രി? എവിടെ പോയി വനം മന്ത്രി? ജീവിക്കാനാണ് ഈ സമരം, ജീവിക്കാനാണ് ഈ സമരം, ജീവിക്കാനാണ് ഈ സമരം, ജീവിക്കാനാണ് ഈ സമരം.